ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മുഴുവൻ അഗ്നിപരീക്ഷണങ്ങൾക്കും വിധേയമാക്കപ്പെട്ടുകൊണ്ട് ദീനുൽ ഇസ്ലാം ഇവിടെ നിലനിന്നു, സുന്നത്ത് ജമാഅത്ത് നിലനിന്നു. ആ നിലക്ക് തന്നെ നിങ്ങളോടും പറയാനുള്ളത്, എന്തെങ്കിലും അവിടുന്നും കേൾക്കുമ്പോ നമ്മളെ സംഘടന ഇന്ന് അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി അല്ലാഹു അവിടുത്തെ വയസ്സിനെ നീട്ടിക്കൊടുക്കട്ടെ, ആഫിയത്തോടെ സ്നേഹത്തോടെ നീട്ടിക്കൊടുക്കുമാറാകട്ടെ. ആ മഹാനവരുകളുടെ നേതൃത്വത്തിലുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്ന് വളരെ നല്ല നിലയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് മുഴുവനും ആ സംഘടന വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിന്റെ കീഴിലുള്ള സുന്നി വിദ്യാഭ്യാസ ബോർഡ് അൽഹംദുലില്ലാഹ് 7 ഭാഷയിൽ നമ്മുടെ ബോർഡിന് പുസ്തകമുണ്ട്. മറ്റുള്ള ബോർഡുകാർക്കൊക്കെ ഒറ്റ ഭാഷയിൽ മാത്രമും അത് തന്നെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അതേസമയത്ത് സുന്നി വിദ്യാഭ്യാസ ബോർഡിന് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ മദ്രസകളുണ്ട്. മലയാളം, അറബി മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ, ഉറുദു, അറബി, ഇങ്ങനെ 7 ഭാഷയിൽ നമ്മുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകം ഉണ്ട്. ഇന്ത്യ രാജ്യത്ത് മുഴുവനും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം കണ്ണിക്കടിയുണ്ടായ കൗമ് ഏതെല്ലാം നിലക്കാണ് പിതരുണ്ടാക്കാൻ നോക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഇന്നലെയും മെനാന്നൊക്കെ നിങ്ങൾ കേട്ടും കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുന്ന ചാനലും പോലൊക്കെ. അതിലൊന്നും ഈമാനുള്ളവൻ വഞ്ചിതരാവരുത്, ഒരൊറ്റ ഈമാനുള്ളവനും അതിൽ വഞ്ചിതരാവരുത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഈ വക ഇമ്മാച്ചികളെ കൊണ്ടൊന്നും സുന്നത്ത് ജമാഅത്തിനെയും ഇസ്ലാമിനെയും നശിപ്പിക്കാൻ ഇവിടെ സാധിക്കുകയില്ല എന്നുകൂടി ഞാൻ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളെല്ലാം ഉൽപ്പുത്തരാവണം, മുഴുവൻ ജനങ്ങളും ഉൽപ്പുത്തരാവണം, വളരെയധികം ചിന്തിക്കണം. നമ്മളെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നതിന് നാം സൂക്ഷിക്കണം. കഫാബിൽ മർഇ ഇസ്മൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കേട്ടതൊക്കെ അങ്ങ് പറഞ്ഞാൽ, സംസാരിച്ചാൽ നമ്മൾ കുറ്റക്കാരായി പോകും. അതുകൊണ്ട് ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ സൂക്ഷിക്കണം. വൈലുൽ ലിക്കുല്ലി ഹുമസത്തിൽ ലുമസത്തിനില്ലതി ജമഅ മാലൻ വഅദ്ദദ. എനിക്ക് സുഖമല്ല, ഞാൻ വെറുതെ പറയുന്ന നേരത്തെ നന്നതായിരുന്നു, ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാ. ഈ സൂറത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ജനങ്ങളെ പരിഹസിക്കുകയും നിസ്സാരപ്പെടുത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് കഠോരമായ ശിക്ഷയുണ്ട്, നരകമുണ്ട്, വയിലുണ്ട്. അവർക്ക് കുറെ മുതലുണ്ട്, കുറെ ആളുകളുണ്ട് എന്നൊക്കെ കരുതിയിട്ട് മനുഷ്യന്മാരെ പരിഹസിക്കുക, ആലിമീങ്ങളെയും മുത്തഅല്ലിമീങ്ങളെയും എല്ലാം പരിഹസിക്കുന്ന ഒരു കൂട്ടരുണ്ട്. ആ കൂട്ടർക്ക് കഠിനമായ ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു പറയുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ താക്കീത്, ലയുംബദന്ന ഫിൽ ഹുതമ. നിന്റെ മുതലും നിന്റെ സമൂഹവും അതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല, നിന്നെ ഹുതമത്തിൽ വലിച്ചെറിയപ്പെടും, ഹുതമത്തിൽ വലിച്ചെറിയപ്പെടും. എന്താ എല്ലാവരും ഞാൻ നോക്കുക, എന്താണാവോ ഈ ഹുതമത്ത്? നല്ല ട്രെയിനിങ് ഉള്ള മുഅല്ലിമീങ്ങൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കും പോലെ, കുട്ടികളങ്ങനെ ഖുർആൻ പഠിച്ചിട്ട് നല്ല ട്രെയിനിങ് ക്ലാസ്സിൽ നമ്മൾ ക്ലാസ് എടുക്കാൻ പഠിപ്പിക്കുന്നത് അങ്ങനെയാ. സ്കൂളിലായാലും മദ്രസയിലായാലും കുട്ടികൾ ബെഞ്ചിന്റെ ബാക്ക് കുത്തിനിട്ട് ഇങ്ങനെ ഉറങ്ങുകയും ഉസ്താദ് ഇങ്ങനെ തലയിൽ നടത്തിയിട്ട് നല്ല വായിച്ചുകൊള്ളാന്ന് പറഞ്ഞാൽ അത് ക്ലാസ് ആവില്ല. അപ്പൊ ക്ലാസ് കുട്ടികളെ കൂടി ശ്രദ്ധിപ്പിക്കണം. അല്ലാഹു തആല ശ്രദ്ധിപ്പിക്കുന്നു വളരെ ഗൗരവത്തിൽ. ലയുംബദന്ന ഫിൽ ഹുതമ, അവനെ ഹുതമത്തിൽ വലിച്ചെറിയപ്പെടും. ആർക്കും അറിയില്ല ഹുതമത്ത് എന്താണെന്ന്. അല്ലാഹു തന്നെ ചോദിക്കുന്നു, വമാ അദ്റാക മൽ ഹുതമ. ഹുതമത്ത് എന്താണെന്ന് അറിയാമോ? നാറുല്ലാഹിൽ മൂഖദത്തു,
കത്തിച്ചൊലിക്കുന്ന എത്രയോ കാലം കത്തിക്കപ്പെട്ട നരകമാണ്. ആ നരകം തൊലിയും മജ്ജയും മാംസവും എല്ലും ഇതെല്ലാം കരിച്ച് 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 ഹൃദയമാവുന്ന ആ മാംസക്കട്ടത്തെ പോലും കരിക്കുന്ന കഠിന കഠോരമായ വേദനയുള്ള ആ കരിക്കൽ വരുന്നതാണ് നരകം. ആ നരകത്തെ വലിച്ചെറിയപ്പെടും എന്ന് അല്ലാഹു പറയുന്നു. ആർക്ക്? ശിക്ഷ. ഇവിടെ ഒരുപാട് ആലിമീങ്ങളും മുത്താലിമീങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇവരോട് ചോദിക്ക്, ഖുർആനിൽ എവിടെയെങ്കിലും കള്ളു കുടിക്കുന്ന ശിക്ഷ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്? കള്ളു കുടിക്കുന്നവരുടെ ശിക്ഷ. നിസ്കാരം ഉപേക്ഷിക്കുന്നവരുടെ ശിക്ഷ പറഞ്ഞിട്ടുണ്ട്. സക്കാത്ത് കൊടുക്കാത്തവരുടെ ശിക്ഷ പറഞ്ഞിട്ടുണ്ട്. എല്ലാ തെറ്റുകളും ചെയ്താൽ അതിന് കഠോരമായ ശിക്ഷയുണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു സൂറത്ത് പൂർണ്ണമായി അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. അത് ഈ ഗീബത്ത് പറയുന്ന ഫസാദ് പറയുന്ന വിദ്നക്കാർക്ക് മാത്രമാണ് ഒരു സൂറത്ത് ആദ്യം മുതൽ അവസാനം വരെ അല്ലാഹു തആല ഇറക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഈ ഫിത്നയും ഫസാദും ഗീബത്തും നമീമത്തും പരിഹാസവും അത് അവന്റെ ഈമാനെ നശിപ്പിക്കും. മറ്റ് ധാരാളം ആളുകളുടെ ഈമാനെ നശിപ്പിക്കും. ഒരുത്തൻ നിസ്കരിക്കാണ്ടെന്നാൽ അവനാണ് കേട്, മറ്റുള്ളവർക്ക് കേടില്ല. ഒരാൾ നോമ്പ് നോൽക്കാതിരുന്നാൽ അവന് കേട്. ഇതങ്ങനെയല്ല. ഈ ഗീബത്തും നമീമത്തും പരിഹാസവും ഫിത്നയും അത് അവന്റെ കാരണം കൊണ്ട് മറ്റുള്ള ധാരാളം ആളുകൾ പിടിച്ചു പോകാനിടയുണ്ട്. അതുകൊണ്ട് ഖുർആനിലെ ഒരു സൂറത്ത് മുഴുവനും ഇതിന്റെ ശിക്ഷ പറയാനായി അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെറുപ്പക്കാരെ, എന്റെ ആത്മമിത്രങ്ങളായ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, കാരണവന്മാരെ, സഹോദരി സഹോദരന്മാരെ, എല്ലാവരും നമ്മുടെ ഈമാനെ സൂക്ഷിക്കണം. നമ്മുടെ ഈമാൻ നശിച്ചു പോകാതെ നമുക്കിവിടെ ജീവിക്കാനും ഈമാൻ നശിച്ചു പോകാതെ കാമിലായ മുഅ്മിനായി മരിക്കാനും നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നാം എപ്പോഴും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നമ്മുടെ മദ്രസ അതിനുവേണ്ടിയാണ്. ആ നിലക്ക് നമ്മുടെ കുട്ടികളെ തസ്കിയത്ത് ചെയ്ത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ മദ്രസയുണ്ടാക്കിയത്. ഒരാലങ്കാരികമായി ഉണ്ടാക്കിയതല്ല. ഇൻഷാ അല്ലാഹ് ഇവിടെ മദ്രസയുടെ സമയത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നതിന് പുറമെ മറ്റ് ഒഴിവുള്ള സമയത്ത് ഇവിടുത്തെ യുവാക്കൾക്ക് ക്ലാസ് വെക്കാനും വയസ്സന്മാർക്ക് സ്റ്റഡി കൊടുക്കാനും അതുപോലെ ഖുർആൻ വലിയവർക്ക് വയസ്സന്മാർക്ക് പഠിപ്പിക്കാനും അങ്ങനെ എല്ലാ സമയവും നമ്മുടെ മദ്രസ പ്രവർത്തിക്കുന്ന ഒരു പദ്ധതി ഞങ്ങൾ വിദ്യാഭ്യാസ ബോർഡ് ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നിലക്ക് ഇൻഷാ അല്ലാഹ് ഈ മദ്രസയിലും ഉണ്ടാക്കണം, ഉണ്ടാകും. വെറും രാവിലെ 2 മണിക്കൂർ കൊണ്ട് മതിയാക്കിക്കൊണ്ട് തെറ്റൊന്നുമില്ല. ഒരൊറ്റ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലി അല്ലാഹ് സ്വീകരിച്ചാൽ ഈ ചെയ്ത എല്ലാത്തിനും കൂലി കിട്ടും. അത് മതി. പക്ഷേ അങ്ങനെ ആക്കണ്ട. നമുക്ക് എല്ലാ സമയവും, പകൽ സമയം മുഴുവനും രാത്രിയിൽ നിന്നുള്ള കുറച്ച് സമയവും എല്ലാം ഈ മദ്രസ ഉപയോഗപ്പെടുത്താൻ കൂടി സാധിക്കും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ഞാൻ നിർത്തുന്നു.